ബിഗ് ബോസിന് വാണിംഗ് കൊടുത്തു മതിയായ അവസ്ഥയിലാണ്. യമുനയും ജാസ്മിനും നല്ല സംസാരത്തിലാണ്. ഗബ്രിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ഇവർ പരിധി വിട്ട് പുറത്തുള്ള കാര്യങ്ങളൊക്കെ യമുന പറയുന്നെന്ന് തോന്നുമ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ പുറത്തുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാണിംഗ് കൊടുക്കുന്നുണ്ട്. അവസാനം ബിഗ് ബോസിന് തന്നെ മതിയായെന്ന് തോന്നുന്നു. യമുന ആണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് ജാസ്മിനെ ഉപദേശിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. ചിലപ്പോൾ ഇനി ജാസ്മിൻ്റെ പാപ്പായും ഉമ്മയൊക്കെ എന്തെങ്കിലും പറഞ്ഞ് യമുനയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് വിട്ടിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അതിന് ഉപരി എന്താ പറയുക, ഒരു ചേച്ചി എന്നുള്ളൊരു സ്വാതന്ത്ര്യത്തിൽ ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. പുറത്തൊരു ലൈഫുള്ളതല്ലേ നിനക്ക്, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, അതൊക്കെ ഇവിടെയുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജാസ്മിൻ ഒരു കാരണം വെച്ചാൽ ഇവർ പറയുന്നതൊന്നും തലയിൽ കയറാത്തൊരവസ്ഥയിലാണ്. ഒരു വല്ലാത്ത അവസ്ഥയാണ് ജാസ്മിൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, എനിക്കത് മനസ്സിലാവുന്നില്ല എന്ന്. ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം, എന്തോരം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. അതെല്ലാം എനിക്ക് നേരിടാൻ പറ്റും, എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്നൊക്കെയാണ് ജാസ്മിൻ പറഞ്ഞിരുന്നത്. എന്താണെങ്കിലും ഗബ്രി തിരിച്ചു വരാനിരിക്കുകയാണ്. ഗബ്രി ഹൗസിൽ എത്തിക്കഴിയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം. ഒരുപാട് പേർക്ക് പല കാര്യങ്ങളിലും ഇനിയും ക്ലാരിറ്റി വരാനുണ്ട്, കുറേ സംശയങ്ങളൊക്കെ തീരാനുണ്ട്. എന്താണെങ്കിലും ഗബ്രി തിരിച്ച് ഹൗസിലേക്ക് വരുമ്പോൾ പുറത്തുള്ള പലരുടെയും സംശയങ്ങളും കാര്യങ്ങളൊക്കെ അതോടുകൂടി തീരും.